Yes, dear students, now we are studying the second chapter, isn't it? What is the name of our second chapter? What is the name of our second chapter? Okay. The name of our second chapter is Plants and Animals, isn't it? Plantsine kurichum animalsine kurichum nammal ee paadathil padichondirunnu alle. And then we saw the differences between animals. Endellam karyathilana avaru different parasparam വ്യത്യസ്തരായിരിക്കുന്നതെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അല്ലേ മക്കളെ? അപ്പൊ അതിൽ ഒന്നാമത്തെ നമ്മൾ കണ്ടു ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഭക്ഷണ രീതികൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പഠിച്ചത്. ഓർമ്മയുണ്ടോ അത്? ഡു യു റിമെമ്പർ? അലൻ മാത്യു ദിലീപ്, ഉറക്കം വരുന്നുണ്ടോ? Okay. So, animals depend on plants or other small animals for their food. അല്ലേ? നമ്മൾ അങ്ങനെ പറഞ്ഞു. Animals ഭക്ഷണത്തിന് വേണ്ടി ഒന്നെങ്കിൽ അവര് പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ മറ്റു ചെറിയ ആനിമൽസിനെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു. Then animals like horses, buffaloes and elephants eat plants. Plants eating animals ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. Then there are few animals which eat flesh. അല്ലേ? Flesh eating animals ഉണ്ട്. Okay. പിന്നെന്താ നമ്മൾ കണ്ടത്? Plants make their own food. Only non-green plants like moths and mushrooms get their food from dead and rotting matter. അല്ലേ? അപ്പോ ആനിമൽസിന്റെ ഫുഡിൽ നമ്മൾ കണ്ടു അവരൊന്നെങ്കിൽ പ്ലാന്റ്സിനെ കഴിക്കും അല്ലെങ്കിൽ മറ്റു ചെറിയ ആനിമൽസിനെ കഴിക്കും. പക്ഷെ പ്ലാന്റ്സിലേക്ക് വന്നപ്പോഴേക്കും പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അവർക്കുള്ള ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെയോ ഫുഡ് പ്രിപ്പയർ ചെയ്യാത്ത പ്ലാന്റ്സ് ആണ് നോൺ ഗ്രീൻ പ്ലാന്റ്സ് അല്ലേ? പച്ചക്കളർ ഇല്ലാത്ത പ്ലാന്റ്സ് ഒക്കെയാണ് എന്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യാത്തത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ മോൾസും മഷ്റൂംസും പറഞ്ഞത് അല്ലേ? പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? ബ്രീതിങ് അല്ലെ? അവരുടെ ശ്വസന പ്രക്രിയ അങ്ങനെയൊക്കെയാണ് അവർ വ്യത്യസ്തരായിരിക്കുന്നത് നമ്മൾ കണ്ടു. എന്താ പഠിച്ചത്? ആനിമൽസ് ഹാവ് ബ്രീതിങ് ഓർഗൻസ്. ആനിമൽസ് ലൈക്ക് ഹോഴ്സസ്, ടൈഗേഴ്സ്, കാറ്റ്സ്, ഡോഗ്സ് ആൻഡ് വെയിൽസ് ബ്രീത്ത് ത്രൂ ദെയർ ലങ്സ്. അല്ലെ? നമ്മളിപ്പോ പറഞ്ഞ ഈ ആനിമൽസ് ഒക്കെ അവരുടെ ലങ്സ് ഉപയോഗിച്ചാണ് ബ്രീത്ത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ഫിഷിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞേ? അവരവരുടെ ഗിൽസ് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്യുന്നു. പിന്നെയോ there are few insects which breathe through the holes on the surface of their bodies. അവരുടെ ശരീരത്തിലുള്ള ചെറിയ സുഷിരങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്ന ഇൻസെക്ട്സ് ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? plants breathe through tiny pores on their leaves. അവരുടെ പ്ലാന്റ്സ് എങ്ങനെ ബ്രീത്ത് ചെയ്യുന്നത്? അവരുടെ ഇലയിലുള്ള ചെറിയ സുഷിരങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അവര് ബ്രീത്ത് ചെയ്യുന്നത്. ടൊഷീൻഡൈറ്റസ് അവിടെ ഇരുന്നേ മോനെ. ഓക്കെ. പിന്നെ നമ്മൾ റീപ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ? പ്രൊഡ്യൂസിങ് ദെയർ യങ് വൺസ്. ആനിമൽസ് ലൈക്ക് കാറ്റ്സ്, monkeys and dogs reproduce by giving birth to their babies. അല്ലേ? ഗീവ് ബർത്ത് ചെയ്യുന്ന ആനിമൽസ് ഉണ്ട്. അങ്ങനെ അവരുടെ യങ് വൺസിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. Then other animals like frogs and snakes reproduce by laying eggs. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുന്ന ആനിമൽസിനെ നമ്മൾ കണ്ടു. Then on the other hand, new plants grow from seeds or from other parts of the mother plant. അല്ലെ? ആനിമൽസിന്റെ കേസിൽ വന്നപ്പോഴേക്ക് നമ്മൾ കണ്ടു ഒന്നെങ്കിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കും അല്ലെങ്കിൽ പ്രസവിക്കും. പിന്നെ നമ്മൾ പ്ലാന്റ്സിലേക്ക് വന്നപ്പോഴേക്ക് നമ്മൾ എന്താ പറഞ്ഞത്? സീഡ്സ് അല്ലെ? വിത്ത് മുളപ്പിക്കും അല്ലെങ്കിൽ അതിന്റെ തന്നെ കമ്പ് മുറിച്ച് നട്ട് അങ്ങനെ അതിന്റെ യങ് വണ്ണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ. ദെൻ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തില് മെയിൻ ആയിട്ട് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞത്. ജസ്റ്റ് നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ടീച്ചർ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് പഠിച്ചു. പിന്നെയോ ബ്രീതിങ് ആൻഡ് റീപ്രൊഡക്ഷൻ. ഓക്കെ. സോ നെക്സ്റ്റ് കംസ് മൂവ്മെന്റ്. എന്താണ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. What do you know by movement? നമുക്ക് നോക്കാം. Animals move from one place to another in search of food and shelter.
അപ്പൊ ആനിമൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എന്താണ്? അവര് ഫുഡ് ആൻഡ് ഷെൽട്ടർ. ഓക്കെ, ആനിമൽസ് അവരെ ഫുഡ് ആൻഡ് ഷെൽട്ടർ നോക്കി വൺ പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് അവര് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ. ഭക്ഷണം തേടി അവര് നടക്കും. ഒക്കെ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം എവിടെയാണോ കിട്ടുന്നത് അവിടെ തന്നെ അവര് താമസിക്കാൻ നോക്കും. Then a bird can fly far away in search of food for its babies. അല്ലെ, പക്ഷികള് എന്താണ്? പക്ഷികള് അമ്മ പക്ഷി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടി കൊണ്ടുവരുന്നതിന് വേണ്ടി അത് ഒരുപാട് ദൂരം പറന്നുപോയി ഭക്ഷണമൊക്കെ കൊത്തിയെടുത്ത് കൊണ്ടുവന്ന് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ചെയ്യുന്നു അല്ലെ. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടി അത് പറന്ന് ദൂരെ പോകുന്നു. A tiger roams about in the jungle looking for food. ടൈഗറിലേക്ക് വരുമ്പോഴോ കാട്ടിക്കൂടെ അല്ലെ, ഫോറസ്റ്റിൽ കൂടെ ടൈഗർ ഇങ്ങനെ അലിഞ്ഞു നടക്കും. എവിടെയാണ് അതിന്റെ ഭക്ഷണം കിട്ടുന്നത്, അത് ഭക്ഷണം തേടി പോവുകയാണ് ചെയ്യുന്നത്. Do plants move from one place to another? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ നമ്മുടെ ആനിമൽസിന്റെ കേസിൽ നോക്കിക്കേ, നമ്മൾ ആദ്യം പറഞ്ഞു ആനിമൽസ് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ സെർച്ച് ഓഫ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. ആനിമൽസ് അവരുടെ ഫുഡും ഷെൽട്ടറും നോക്കി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി പോകുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് നമ്മൾ എന്താ പറഞ്ഞത്? ബേർഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ബേർഡ്സ് ബേർഡ്സ് എന്താണ്? മദർ ബേർഡ് ഗോസ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ഫോർ ഹെർ ബേബീസ് അല്ലെ. അമ്മ പക്ഷി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അത് ദൂരങ്ങൾ തേണ്ടി പോകുന്നു. അപ്പൊ then we talked about lion അല്ലെ, സോറി ടൈഗർ. ടൈഗറിനെ കുറിച്ചും ലയണിനെ കുറിച്ചും ഒക്കെ സെയിം. അപ്പൊ എന്താണ്? they go in search of their food in the forest അല്ലെ. അവർക്ക് മറ്റു ചെറു ആനിമൽസിനെ പിടിക്കാൻ വേണ്ടി അവര് ഫോറസ്റ്റിൽ കൂടെ പോകുന്നു, കാട്ടിൽ കൂടി അവര് നടക്കുന്നു. അപ്പം ആനിമൽസിനെ അവരുടെ ഫുഡ് തേടി പോകുമെന്ന് പറഞ്ഞു. അപ്പൊ പ്ലാന്റ്സിലേക്ക് വരുമ്പോ പ്ലാന്റ്സ് പോകുമോ അങ്ങനെ ഫുഡ് തേടി? ഡു പ്ലാന്റ്സ് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ? പ്ലാന്റ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിന്റെ ഭക്ഷണം തേടി പോവോ? ഇല്ല അല്ലെ. നോ, ദേ ആർ ഫിക്സ്ഡ് ടു ദ ഗ്രൗണ്ട്. ഇല്ല, അവര് ഗ്രൗണ്ടിൽ ഫിക്സ്ഡ് ആണ്. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ചലിക്കാൻ പറ്റത്തില്ല അല്ലെ. ദേ കനോട്ട് മൂവ്. അപ്പോ മൂവ്മെന്റിന്റെ കാര്യത്തിലുമുള്ള വ്യത്യാസം നമ്മൾ കണ്ടു. ചലനം അവരെങ്ങനെ, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി നോക്കിക്കേ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. അവര് പരസ്പരം ആശ്രയിക്കുന്നുണ്ടെന്നാ പറയുന്നത്. പ്ലാന്റ്സ് ആനിമൽസിനെയും ആനിമൽസ് പ്ലാന്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണ്. ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ് അല്ലെ. ആനിമൽസും ഹ്യൂമൻ ബീയിങ്സും ഒക്കെ ആരെ ആശ്രയിക്കുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്? പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ. ഉണ്ടോ? നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ? നമ്മൾ ആശ്രയിക്കുന്നില്ലേ? ഇല്ലേ ബെനീറ്റേ? നമ്മൾ ആശ്രയിക്കുന്നുണ്ടല്ലേ. എങ്ങനെയാ? നമ്മൾ ഉച്ചക്ക് എന്താ കഴിച്ചേ? ചോറുണ്ടു അല്ലേ. ചോറുണ്ട്. അപ്പൊ ആ ചോറ് അരിയാണ് നമുക്ക് ചോറായി കിട്ടിയത്. ആ അരി എവിടെ നിന്ന് നമുക്ക് കിട്ടിയേ? ഇപ്പൊ നിങ്ങൾ പറയും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയും. പക്ഷെ അത് നെല്ലാണ്. നെല്ലിൽ നിന്നാണ് നമുക്ക് അരി കിട്ടുന്നത് അല്ലെ. ആ നെല്ല് എവിടെ നിന്നാ കിട്ടുന്നേ? അത് പ്ലാന്റ് അല്ലേ. ആ നെൽച്ചെടിയിൽ നിന്നാണ് നെല്ല് കതിരുണ്ടായി, നെല്ലായി, അത് പിന്നെ അരിയായി നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ആരെ ആശ്രയിക്കുന്നുണ്ട്? നമ്മൾ പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മളെ പോലെ തന്നെ ആരും ആശ്രയിക്കുന്നുണ്ട്? ആനിമൽസ് ഓൾസോ. Plants take in carbon dioxide and give out oxygen which we breathe. അപ്പോൾ plants take in carbon dioxide
അപ്പോ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആരെടുക്കുന്നു? പ്ലാന്റ്സ് എടുക്കുന്നു. വിച്ച് വി ബ്രീത്ത് ഔട്ട്, അല്ലേ? ഓക്കെ. And give out oxygen which we breathe. Plants take in carbon dioxide and give out oxygen which we breathe. അപ്പോ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമുള്ള ഓക്സിജൻ അത് നമുക്ക് ആരാ തരുന്നത്? ഈ പ്ലാന്റ്സ്, അല്ലെ? ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് അവര് ഓക്സിജൻ പുറത്തുവിടുന്നുണ്ട്. അപ്പൊ ആ ഓക്സിജൻ ആണ് നമ്മൾ ശ്വസിക്കുന്നത്. ഓക്കെ. പ്ലാന്റ്സ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ആനിമൽസ് ഫോർ മെനി തിങ്സ്. അപ്പോ പ്ലാന്റ്സും ആനിമൽസിനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. എന്താ നോക്കാം. ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ് ഹെൽപ്പ് പ്ലാന്റ്സ് ടു റീപ്രൊഡ്യൂസ്. അപ്പോ ബേർഡ്സും ഇൻസെക്ട്സും ഒക്കെ അല്ലെ പരാഗണത്തിനൊക്കെ അവരെ സഹായിക്കുന്നു. അപ്പോ ആ വിധത്തില് പ്ലാന്റ്സ് ഈ ചെറു ഇൻസെക്ട്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Then if there are just enough plants, just enough plant eating animals and just enough flesh eating animals in the world, then there is balance in nature. എന്താ പറഞ്ഞേ, മനസ്സിലായോ? If there is just enough plants, നമുക്ക് ആവശ്യത്തിന് അല്ലെ, ആവശ്യത്തിന് പ്ലാന്റ്സും ഉണ്ട്, പിന്നെയോ അതുപോലെ തന്നെ ആവശ്യത്തിന് പ്ലാന്റ് ഈറ്റിംഗ് ആനിമലും ഫ്ലഷ് ഈറ്റിംഗ് ആനിമലും എല്ലാം ഒരേ ബാലൻസിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ബാലൻസ് ഇൻ നേച്ചർ ഉണ്ട്. അപ്പോ പ്ലാന്റ്സ് ഉണ്ടാവണം, അതേ അളവിൽ പ്ലാന്റ്സ് ഈറ്റിംഗ് ആനിമൽസ് ഉണ്ടാവണം, അതേ അളവിൽ തന്നെ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസും ഉണ്ടായിരിക്കണം. അപ്പോ അങ്ങനെ വരുമ്പോ there is a balance in the nature. നേച്ചറിൽ അതിന്റെ ബാലൻസ് അത് കീപ് അപ്പ് ചെയ്യുന്നു. Whenever we kill an animal or cut a tree, we upset this balance. അപ്പോ ഈ പ്രകൃതിയുടെ ഈ ബാലൻസിനെ തകിടം മറിക്കുന്നത് ആരാ? നമ്മൾ മനുഷ്യര്, അല്ലെ? എങ്ങനെയാണ്? when we cut a tree, നമ്മൾ മരം മുറിക്കുമ്പോൾ, നമ്മളൊരു ആനിമലിനെ കൊല്ലുമ്പോൾ, ഒരു മരം മുറിക്കുമ്പോഴൊക്കെ എന്ത് സംഭവിക്കുന്നു? നേച്ചറിന്റെ ആ ബാലൻസ് അതിന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാല് എന്താണ്? ആവശ്യത്തിന് പ്ലാന്റ്സ് ഇല്ലാതെ വരും, അല്ലെ? ആവശ്യത്തിന് പ്ലാന്റ്സ് ഇല്ലാതെ വരുമ്പോ എന്ത് സംഭവിക്കുന്നത്? പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസിനൊക്കെ അത് ബുദ്ധിമുട്ടായി വരുന്നു, അല്ലെ? അങ്ങനെ ഓരോ ഭാഗത്തിനും അത് ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ എപ്പോഴും ആ ഒരു ബാലൻസ് നേച്ചറിൽ ഉണ്ടെങ്കിൽ that will be good for our survival, അല്ലെ? നമ്മുടെ നിലനിൽപ്പിനെ അത് ഒരുപാട് സഹായിക്കും. if there is a balance in nature, then if it is lost, it will harm us. Okay, അപ്പൊ ബാലൻസ് നേച്ചറിൽ ഇല്ലെങ്കിൽ ആർക്കും കൂടെ ദോഷമാണ്, നമുക്കും അത് ദോഷമാണ്. ഓക്കെ, നോക്കുക. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. Animals and human beings depend on plants for their food. Plants take in carbon dioxide and give out oxygen which we breathe. Plants also depend on animals for many things. Birds and insects help plants to reproduce. Alle? Then, if there are just enough plants, just enough plant-eating animals and just enough flesh-eating animals in the world, then there is balance in nature. അപ്പോ നേച്ചറില് ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ ആവശ്യത്തിന് പ്ലാന്റ്സും ആവശ്യത്തിന് പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസും ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസും എല്ലാവരും ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ബാലൻസ് ഇൻ നേച്ചർ ഉണ്ട്, അല്ലെ? Whenever we kill an animal or cut a tree, we upset this balance. അപ്പോ നമ്മൾ എപ്പോഴെങ്കിലും എന്താണ് ഒരു മരം മുറിച്ചു മാറ്റുകയും ആനിമലിനെ കൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ആ നേച്ചറിന്റെ ബാലൻസിനെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിദ ഫാത്തിമ, സിറ്റ് ദയർ. നിദ ഫാത്തിമ വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിട്ട് എവിടെ പോയേ? എന്തിനാ ഓഫ് ആക്കിയ വീഡിയോ? ഞാൻ കണ്ടല്ലോ നീ വീഡിയോ ഓഫ് ആക്കുന്നേ. നിദ, വീഡിയോ ഓഫ് ആക്കിയിട്ട് ആരും എവിടെയും പോകണ്ട കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് മാത്രം പോയാൽ മതി. എന്താ പണിയാ വേറെ ഉള്ളേ? ഞാൻ കണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ എല്ലാവരെയും കാണുന്നുണ്ട്. അവിടെ നിന്ന് ഓരോരുത്തർ കാണിക്കുന്ന എല്ലാ ഗോഷ്ഠികളും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഏഞ്ചൽ എന്തോ കസേരപ്പുറത്ത് കയറുവാണോ?
Next, thus balance between various living things is very important. അപ്പോ എന്താണ് ബാലൻസ് ബിറ്റ്വീൻ വേരിയസ് ലിവിങ് തിങ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോ നേച്ചറിലുള്ള ആ ബാലൻസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ആ നേച്ചറിലെ ബാലൻസിനെ തകിടം മറിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാല് ആർക്ക് തന്നെ ദോഷാണ്, നമുക്ക് തന്നെ ദോഷാണ്. എന്താ ട്യൂഷൻ ടൈറ്റസ്? ട്യൂഷൻ എന്താ അവന് ട്യൂഷൻ ടൈറ്റസ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണോ? ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ? ഇല്ലേ? ട്യൂഷൻ ടൈറ്റസ് അൺമ്യൂട്ട് ചെയ്തേ. ആയില്ല, ഒന്നും കൂടെ അൺമ്യൂട്ട് ചെയ്തേ. ട്യൂഷൻ എന്താ അവിടെ മനസ്സിലാവുന്നില്ലേ? ട്യൂഷന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. അവിടെ എന്താ സംസാരിച്ചോണ്ടിരുന്ന? ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ നിനക്ക്? ഉണ്ടല്ലേ? ആ, അപ്പോ അവിടെ ആരോടും വർത്താനം പറഞ്ഞിരിക്കണ്ട കേട്ടോ. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. ഓക്കെ, കുറച്ച് സമയമല്ലേ ഉള്ളൂ. ആകെ 40 മിനിറ്റ്സ് ക്ലാസ്സേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നേ. ബാക്കി സമയം മൊത്തം നിങ്ങൾ കളിക്കുമല്ലായിരുന്നോ? ഓക്കെ, അപ്പോ നമ്മൾ എന്താ കണ്ടത് ഈ ചാപ്റ്ററില്? നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഇൻ വിച്ച് ഓൾ വേസ് ഡു ദേ ഹാവ് ദ ഡിഫറൻസ്? ഏതെല്ലാം വിധത്തിൽ അവർ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? There is a difference in their food habit, isn't it? Yeah, there is a difference in their food habits and their breathing system, alle breathing organ. Yeah, each animal and plants also breathe, but each of them have different ways, different organs. Some of the animals have lungs to breathe. When we come into the case of fish, it has lungs. Sorry, it has gills. Coming to the insects, it has it breathe through holes on the surface of their bodies. Coming to the plants, it has tiny pores on their leaves. Okay, that's all what we saw about their breathing system. Again, the next was what? Reproduction. How do they give birth to their young ones? There are few animals which give birth to their babies. There are some which lays eggs. And in the case of plants, through the seeds we we get the small seedlings. Then through a part of the mother plant, from a part of the mother plant. Again, we saw about movement. Movement ne kurichu kandu. There are animals which roam around in order to get their food. Chila animals avരുടെ food അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിക്കുന്നു. And then എന്താ നിഹാര? നിഹാരക്ക് എന്താ? അൺമ്യൂട്ട് ചെയ്തേ. പറ. അൺമ്യൂട്ട് ചെയ്യ്. മിസ് 4ന്റെയും 5ന്റെയും ക്വസ്റ്റ്യൻ ഇട്ട് തരാന്ന് പറഞ്ഞായിരുന്നു, ഇട്ട് തന്നില്ല. ഞാൻ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് പറയണേ. അത് കഴിഞ്ഞ് ഞാൻ സമയം തരില്ലേ നിങ്ങൾക്ക്? 4ന്റെയും 5ന്റെയും കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ നമ്പർ അറിയോ? അറിയില്ല. എഡ്വിന്റെ നോട്ട്ബുക്കില് 4th and 5th ക്വസ്റ്റ്യൻ ആൻസർ ഇസ് ഇറ്റ്? നഹാരിക്ക് 4th and 5th ക്വസ്റ്റ്യൻ ആൻസർ ആണോ വേണ്ടത്? അപ്പോ നിഹാര, ഓക്കെ സോറി, എഡ്വിനെ മോനെ ആ 4th and 5th ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഫോട്ടോ എടുത്തൊന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കണേ മോനെ. എഡ്വിൻ ടീച്ചർ പറഞ്ഞു കേട്ടോ, മറന്നു പോവല്ലേ എഡ്വിനെ? യെസ് മോനെ, 4th ഉം 5th ഉം 4, 5. അപ്പൊ എഡ്വിൻ ഇന്നത് ഗ്രൂപ്പിലിടും നിഹാര. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണേ നോട്ടെ.
ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യം പറയാനുണ്ട്? എന്റെ ക്ലാസ് തീരുന്നതിന് ഒരു കുറച്ച് സമയം മുമ്പ് ഞാൻ നിങ്ങൾക്ക് സമയം തരുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് കയറി നിങ്ങൾ ഇങ്ങനെ ഒരു ചോദിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നതിന്റെ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലാതെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണമെങ്കിൽ അപ്പൊ എന്താ ഇടയ്ക്ക് മക്കൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ ആ ക്ലാസ് ഒന്ന് കട്ടായി പോകുന്നു അല്ലെ, ഡിസ്റ്റർബൻസ് നമ്മുടെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് സംഭവിക്കുക ചെയ്യുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ക്ലാസ് കഴിയുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് സമയം തരാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പരമാവധി നമ്മൾ ആ സമയം യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയി വരും കേട്ടോ. സോ ഓക്കെ നിഹാര, നോ പ്രോബ്ലം. അടുത്ത പ്രാവശ്യം മുതൽ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്തേ? എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? Yeah, we were talking about movement, I think. Is it? Yeah. So there are animals which roam around in order to get their food. അല്ലെ, ആനിമൽസിന്റെ കേസിൽ വരുമ്പോ കുറച്ച് ചില ആനിമൽസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ഒട്ടുമിക്ക എല്ലാ ആനിമൽസും തന്നെ in the jungle they roam around to get their food. അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അവര് തേടി നടക്കുന്നു അല്ലെ, ഭക്ഷണം തേടി നടക്കുന്നു. But in the case of plants, it cannot move from where it is. അല്ലെ, പ്ലാന്റ്സിലേക്ക് വരുമ്പോഴേക്കും പ്ലാന്റ്സിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവർക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ പിന്നെ നമ്മൾ എന്താ കണ്ടത് മക്കളെ? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. അവർ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. എന്തെല്ലാം കാര്യത്തിനാണ് നമ്മൾ കണ്ടു? യാ, animals, we human beings and animals depend on plants for our food, we saw. And the same way plants also need the help from some animals alle, some of the insects that helps in their reproduction alle. പരാഗണത്തിനൊക്കെ എന്താണ് ഈ ബട്ടർഫ്ലൈസിന്റെ ഒക്കെ ഹെൽപ്പ് ആർക്ക് വേണം? പ്ലാന്റ്സിന് വേണം. Then if there are just enough plants, just enough plant eating animals and just enough flesh eating animals in the world, then there is balance in nature. അപ്പൊ എന്താ പറയുന്നത്? ആവശ്യത്തിന് പ്ലാന്റ്സും ആവശ്യത്തിന് പ്ലാന്റ്സ് ഈറ്റിംഗ് ആനിമൽസും ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസും എല്ലാം നേച്ചറിൽ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? there is a balance in nature. അപ്പൊ ആ ബാലൻസ് നേച്ചറിൽ എപ്പോഴും കീപ്പപ്പ് ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ സർവൈവലിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ we should not cut down the trees. Okay, then thus balance between various living things is very important. അപ്പോ ആ നേച്ചറിന്റെ ആ ബാലൻസ് അത് കീപ്പപ്പ് ചെയ്യുക എന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായ മക്കളെ? ഇനി now it's time for you. ഇനി നിങ്ങൾക്ക് സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്താ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ ഡൗട്ടുകളോ ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ പാഠം ഇത്രയും എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം മനസ്സിലാവാതെയോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താ പിന്നെ അൺമ്യൂട്ട് ചെയ്ത മോനെ. എല്ലാത്തിന്റെ കൊടുക്കണോ അതോ 4ന്റെ 5ന്റെ മാത്രം ഇട്ടോ? അത് മാത്രം മതി, 4ന്റെ 5ന്റെ മാത്രം മതി മോനെ. ക്രോപ്പ് ചെയ്തിട്ട് എടുത്താ പോരെ മോനെ? ഫോട്ടോ എടുത്തിട്ട് ഇട്ടാ മതി. എടുത്തിട്ട് ക്രോപ്പ് വാട്സാപ്പിൽ നിങ്ങളുടെ പുള്ളിന്റെ ഇട്ടാലും കുഴപ്പമില്ലല്ലോ. ആ കുഴപ്പമില്ല, നോക്കി എഴുതിക്കോളൂ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? റിലു, എന്താ റിലു? റിലു അൺമ്യൂട്ട് ചെയ്തേ മോളെ. എന്തേ? ഈ ലാസ്റ്റത്തെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിപെൻഡ് ഓൺ ഈച്ച് അതർ ഇല്ലേ, ആ മിസ് ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിപെൻഡ് ഓൺ ഈച്ച് അതർ എന്ന് പറഞ്ഞാല് നമ്മളും ആനിമൽസും ഒക്കെ പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നുണ്ട് നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട്. അറിയാവോ അത്? നമ്മൾ ചോറ് കഴിക്കുന്നു അല്ലെ, ആ അരി അല്ല, അത് നെല്ലിൽ നിന്നാണ് അരി കിട്ടുന്നത്. ആ നെൽച്ചെടിയിൽ നിന്നാണ് നെല്ല് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ പ്ലാന്റ്സിനെ ആശ്രയിക്കുകയാണ് നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പൊ സെയിം വേ ആനിമൽസ്, മൃഗങ്ങളിലൊക്കെ നോക്കിയേ, പശു, ആട് ഒക്കെ എന്താ കഴിക്കുന്നേ? പ്ലാന്റ്സിനെയല്ലേ കഴിക്കുന്നേ? വെലു അല്ലെ. അപ്പൊ എന്താണ് നമ്മള് ആനിമൽസും പ്ലാന്റ്സിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി പ്ലാന്റ്സിന് ഈ ചെറിയ ഇൻസെക്ട്സിന്റെ ഹെൽപ്പ് വേണം. ചില നല്ല പൂവേലൊക്കെ പൂമ്പാറ്റ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പൂവേലൊക്കെ പൂമ്പാറ്റ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ അത് പരാഗണത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഫ്ലവേഴ്സിനെ, ഈ പൂക്കളെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവരുടെ യങ് വൺസ് എന്താ ചെയ്യുന്നത്? റീപ്രൊഡക്ഷൻ
നടക്കുന്നത് ആ വിധത്തിലാണ്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ പ്രകൃതിയില് ആവശ്യത്തിന് മരങ്ങളും അതുപോലെ തന്നെ ആ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസും ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസും എല്ലാം ഒരേ ലെവലിൽ ഒരേ അളവില് നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ നേച്ചറിൽ ബാലൻസ് ഉണ്ടെന്ന് പറയുന്നത്. ബാലൻസ് ഇൻ നേച്ചർ ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം കുറഞ്ഞു പോയാൽ, ഇപ്പൊ നോക്കുക, പ്ലാന്റ്സ് തീരെ കുറവാണെങ്കിൽ നമുക്ക് ആനിമൽസിൽ നമുക്ക് നിലനിൽപ്പുണ്ടോ? നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല അല്ലെ? അപ്പൊ ഈ എല്ലാവരും എന്താണ്, എല്ലാവരുടെയും ആ ഒരു എന്താണ് നമ്പർ ഷുഡ് ബി സെയിം അല്ലെ? ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. ഒരു കൂട്ടരും ഒരുപാട് കുറഞ്ഞും പോവരുത്, ഒരു കൂട്ടരും ഒരുപാട് കൂടിയും പോകാൻ പാടില്ല. എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ടാവണം. ഈ മൂന്ന് കൂട്ടർക്കും, ഏതിന്? പ്ലാന്റ്സിനും ആനിമൽസിനും അല്ലെ? ഓക്കെ. അപ്പൊ ഈ വിധത്തിൽ അത് കീപ്പപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ദർ ഈസ് എ ബാലൻസ് ഇൻ നേച്ചർ. നേച്ചറിലെ ബാലൻസ് ഉണ്ട്. അത് എന്തിനാണ്? നമ്മൾ ഹ്യൂമൻ ബീങ്സിനൊക്കെ ഒരുപാട്, നമ്മുടെ നിലനിൽപ്പിന് അത് നമ്മെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുപാട് എന്താണ്, മരം ഒന്നും മുറിച്ചു കളയുകയും ആനിമൽസിനെ കൊല്ലുകയും ഒന്നും ചെയ്യരുതെന്ന് പറയുന്നത്. Thus, balance between various living things is very important. അപ്പോ ഈ ലിവിങ് തിങ്സിന്റെ ആ ഒരു ബാലൻസ് അന്തരീക്ഷത്തിൽ ഉണ്ടാവുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അറിയല്ലോ? അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പഠിച്ചത് നമ്മള്. യാ, ഗുഡ്. അപ്പൊ ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? കൈസ്, എന്താ കൈസേ? കൈസ് ലേറ്റ് ആയിട്ടാണല്ലോ ക്ലാസ്സിൽ കയറിയേ. അൺമ്യൂട്ട് ചെയ്തേ. എന്താ കൈസേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലല്ലല്ലോ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠം എടുക്കുകയോ ചെയ്ത് തുടങ്ങുകയോ ചെയ്ത്. അതിന് മുമ്പിലത്തെ ക്ലാസ്സിലാവും നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയ. അന്നും ഇല്ലായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായി, എന്റെ മുമ്പത്തെ ക്ലാസ്സിലുണ്ടായി. ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്ന് എഡ്വിൻ ഗ്രൂപ്പില് നോട്ട്ബുക്കിന്റെ ഫോട്ടോ ഇടും. എഡ്വിനെ മോനത് ഫുൾ ഇട്ടോ കേട്ടോ, ക്വസ്റ്റ്യൻ ആൻസർ മൊത്തം എടുത്തിട്ടോ ഫോട്ടോ. അപ്പൊ ഇന്ന് എഡ്വിൻ എടുത്തിടും. ഗ്രൂപ്പിൽ എഡ്വിൻ എഴുതിയ നോട്ട്ബുക്ക് ഫോട്ടോ എടുത്ത് എഡ്വിൻ ഇടും. നന്നായിട്ട് എഴുതുന്ന കുട്ടിയെ, നല്ല ഹാൻഡ് റൈറ്റിംഗ് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവൻ ഓക്കെ അല്ലേ മോനെ? അത് നോക്കി എഴുതിക്കോളൂല്ലേ കൈസേ? കൈസ് കേൾക്കാമോ? ഓക്കെ, ഗുഡ്. എഡ്വിൻ ഫോട്ടോ ഇടുമ്പോ അത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഏതെങ്കിലും മക്കള് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാത്തതുണ്ടെങ്കിൽ ഇന്ന് അവൻ ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം അവൻ നമ്മളിത് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ള എല്ലാവർക്കും എഡ്വിനെ ഇന്നൊന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കണേ. അപ്പൊ എഡ്വിൻ ഇടുമ്പോ എല്ലാവരും അത് നോക്കി എഴുതുക, എഴുതാത്തവര്. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? എന്താ സിയ? അൺമ്യൂട്ട് ചെയ്യുവേ, ടൈം തീരാനായി. മിസ്സേ, ഒന്നാം പാഠത്തിന്റെ ഫില്ലിന്റെ ബ്ലാങ്ക്സ് എഴുതിയിട്ടില്ല. ഒന്നാം പാഠത്തിന്റെ ഫില്ലിന്റെ ബ്ലാങ്ക്സോ? അത് 3 എണ്ണല്ലേ ഉള്ളൂ. അസിയ, only 3 are there, no? 3 എണ്ണല്ലേ ഉള്ളൂ ഫില്ലിന്റെ ബ്ലാങ്ക്സ്. അത് കണ്ടുപിടിക്കാനാവൂലേ? അത് സ്വന്തം കണ്ടുപിടിച്ചോട്ടോ. അടുത്ത ക്ലാസ് ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിക്കണേ. ആ ലെസൺ ഒരു 2 പ്രാവശ്യം വായിച്ചാല് അതിന്റെ ആൻസർ കിട്ടും. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ, ഗുഡ്. വേറെന്തെങ്കിലും ഉണ്ടോ? സന, എന്ത് പറ്റി സനയ്ക്ക്? ഓക്കെ മക്കളെ, then shall we finish? ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം, സമയം തീരാറായി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ക്ലാസ്സിൽ കയറണേ. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതും അടുത്ത ക്ലാസ്സിൽ കേട്ടോ. യെസ്,
ഓക്കെ ബൈ. എഡ്വിൻ മോനെ വേഗം തന്നെ മോൻ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടോളൂ. ഓക്കെ.